എന്താണ് ദുഃഖവെള്ളി അല്ലെങ്കിൽ എന്താണ് ഗുഡ് ഫ്രൈഡേ? ഇത് രണ്ടും കൂടെ എന്താണ് ഒന്നായി ഒരേ ദിവസം കണക്കാക്കപ്പെടുന്നത്? ഒരു മരണ ദിവസത്തെ എന്തിനാണ് ഒരു ഗുഡ് ഫ്രൈഡേ ആക്കി മാറ്റിയിരിക്കുന്നത്? എല്ലാവരുടെയും സംശയമാണത് അല്ലേ? അപ്പം ഒരു സമയത്ത് എന്നെയും അത് വളരെയേറെ ചിന്തിപ്പിച്ചിരുന്നു. എന്നാൽ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ദിനത്തെയാണ് ദുഃഖവെള്ളിയാഴ്ചയായി കണക്കാക്കപ്പെടുന്നത്. അന്നേ ദിവസം യേശു ക്രിസ്തു മരണപ്പെടുന്ന സമയത്തുള്ള പീഡാനുഭവങ്ങളും കാൽവരി ക്രൂശിലെ മരണവും എല്ലാത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് വളരെയേറെ ദുഃഖമുണ്ടാകും. നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ യാഗമായി തീർന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖമുള്ളൊരു കാര്യമാണ് അല്ലേ? എന്നാൽ എന്തിനാണ് അത് ഗുഡ് ഫ്രൈഡേ ആക്കി മാറ്റിയത്? ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ തൊട്ട് മുമ്പുള്ള, അതായത് ഉയർപ്പിന് തൊട്ട് മുമ്പുള്ള ഫ്രൈഡേയാണ് ഗുഡ് ഫ്രൈഡേ ആയി കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ എന്തിനാണ് ആ ഗുഡ് ഫ്രൈഡേ വരുന്നത് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ക്രൂശിലേറിയത് എന്താ പറയുക, നമ്മുടെ മനുഷ്യരുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതിനായി യേശു ക്രിസ്തു ക്രൂശിലേറുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യപാപങ്ങളെ കഴുകിക്കളയുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിലേറി എന്നുള്ളത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേയും ദുഃഖവെള്ളിയും രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.